ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ആദ്യം ചെറിയ പീസസായി കട്ട് ചെയ്ത് വെക്കണം. ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ പീസസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ സോയാ സോസും 2-3 ഡ്രോപ്പ് വിനീഗറും അതേപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്തിട്ട് ചിക്കൻ നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് 30 മിനിറ്റ് ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഈ സമയം നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ട റൈസ് 1/2 മണിക്കൂർ വെള്ളത്തിൽ നന്നായി സോക്ക് ചെയ്ത് വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഈ അരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 3/4 ഭാഗം മാത്രമേ വേവാൻ പാടുള്ളൂ, മുഴുവനായിട്ട് വെന്തു പോകരുത്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് കുറച്ച് എണ്ണയിൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ റൈസ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി ചൂടാക്കുക. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, 2 പച്ചമുളക്, അതേപോലെ ഒരു ചെറിയ സവാള, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബീൻസ് അതേപോലെ കോളിഫ്ലവർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2-3 ഡ്രോപ്പ് വിനീഗർ, അതേപോലെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു മുട്ട കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുട്ട ചേർത്തതിൻ്റെ ശേഷമാണ് നമ്മൾ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഞാൻ പെട്ടെന്ന് മറന്നുപോയ കാരണമാണ് അവസാനം മുട്ട ആഡ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതുപോലെ തന്നെ ഗോബി മഞ്ചൂരി, ചിക്കൻ മഞ്ചൂരി ഒക്കെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.